ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാല FY/UGP ഡിഗ്രി അഡ്മിഷനുമായി റിലേറ്റ് ചെയ്ത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗിൻ പാസ്വേഡും രജിസ്റ്റർ നമ്പറും അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ ഇന്നലെ എല്ലാവരും തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കാണിച്ചു തരേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. നമുക്ക് സൈറ്റിൽ ഈ ഒരു ഓൺലൈൻ അഡ്മിഷൻ പേജ് ക്ലിക്ക് ചെയ്യാം. FY/UGP ക്ലിക്ക് ചെയ്യുക, അവിടെ രജിസ്റ്റർ ഹിയർ ക്ലിക്ക് ചെയ്യുക. അതിൽ ഇത് സ്ക്രോൾ ചെയ്ത് പോകുമ്പം ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉണ്ടാകും. അത് കൊടുത്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് അറിയുന്നതോടൊപ്പം തന്നെ അതിൽ ഇൻഡസ് മാർക്കും റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അത് ഇന്നത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഇൻഡസ് മാർക്കും റാങ്ക് ലിസ്റ്റുകളും പബ്ലിഷ് ചെയ്യും. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ചെയ്യുന്ന കാര്യം ഇതാണ്. നിങ്ങൾക്ക് ആ ഒരു കോളേജ് താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, അതായത് ഇനിയൊരു അലോട്ട്മെൻറ്റ് നോക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ടഡായി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടയ്ക്കുക തന്നെ വേണം. അത് നിങ്ങൾ അലോട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ നിങ്ങൾക്ക് പേ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടയ്ക്കണം. അത് SC/ST വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം എമൗണ്ടാണ്, ജനറൽ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക എമൗണ്ടാണ്. അത് നിങ്ങൾക്ക് ആ ഒരു പേ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം അലോട്ടഡ് ആയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും നിങ്ങൾ ആ ഒരു കോളേജിൽ വേണമെങ്കിലും വേണ്ട എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു കോളേജിൽ വേണ്ട, അടുത്ത അലോട്ട്മെൻറ്റിൽ നോക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കില്ല, റിജക്റ്റ് ചെയ്ത് മാറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി അലോട്ടഡ് ആയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടയ്ക്കുക. ദെൻ നിങ്ങളുടെ ഇൻഡസ് മാർക്കും ഉള്ള കുട്ടികൾ, അതൊരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടച്ചതിൻ്റെ പേ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും കോളേജിൽ ഡയറക്റ്റ് പോയിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള ടൈം പീരീഡ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ ഈ 2-3 ദിവസം കൊണ്ട് നിങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കുക. ഓക്കെ, മറ്റുള്ള ഇൻഫർമേഷൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി റിലേറ്റ് ചെയ്ത് വരുന്നത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ മെയിനായിട്ടും അലോട്ടഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടയ്ക്കുക. ഇനി അലോട്ടഡ് ആവാത്തത്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജിൽ പോലും അലോട്ടഡ് ആവാത്ത വിദ്യാർത്ഥികൾ നിങ്ങൾ ചെക്ക് ചെയ്യുക, എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡസ് മാർക്ക് വെച്ചിട്ട് ഏതാണ് കിട്ടാൻ ചാൻസ് ഉള്ളതെന്ന് നോക്കിയിട്ട് ഓപ്ഷൻസിൽ ചേഞ്ച് വരാത്തുള്ളത് എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യുക. അതിനുശേഷം എഡിറ്റ് ഓപ്ഷൻ അവൈലബിൾ ആകുമ്പോൾ നമ്മൾ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. ആ ടൈമിൽ എഡിറ്റ് ചെയ്യുക. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, മറ്റുള്ള ഇൻഫർമേഷൻ ഈ ഒരു അഡ്മിഷൻ റിലേറ്റ് ചെയ്ത് വരുന്നതനുസരിച്ച് ഞങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ആൾസോ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്